RJ ട്രാവൽ ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ഒരു നഴ്സറിയാണ്. കൊച്ചുകുട്ടികളുടെ നഴ്സറി അല്ല, ചെടി നഴ്സറിയാണ്. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വയനാടിൻ്റെ കാലാവസ്ഥയും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയും ഈ ചെടികളും എല്ലാം ചേർന്ന് സഞ്ചാരികൾക്ക് ഒരു പറുദീസയായി മാറുകയാണ് വയനാട്. ഞാൻ എല്ലാ ദിവസവും ഈ പ്ലാന്റ് നഴ്സറിയുടെ മുമ്പിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കാരണം എൻ്റെ കസിൻ്റെ വീടിൻ്റെ അടുത്താണിത്, തൊട്ടടുത്താണ്. ഒരു ദിവസം ഞാൻ വെറുതെ നേരം പോക്കിന് അവിടെ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഒരുപാട് നല്ല ഇനം ചെടികൾ, പൂക്കൾ, മരങ്ങൾ, ഇഞ്ചി അല്ലെ അതുപോലുള്ള വിത്തിനങ്ങൾ ഒക്കെ എല്ലാം ഈ നഴ്സറിയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം, ഇതിനകത്ത് ചെടികളുടെയൊക്കെ പേര് എനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള പലരിൽ നിന്നാണ് അറിഞ്ഞെടുത്തത്. പിന്നെ ഗൂഗിളിന്റെ സഹായത്തോടെയാണ്. തെറ്റുകളുണ്ട്, സദയം ക്ഷമിക്കുക. ആർക്കെങ്കിലും അതിൻ്റെയൊക്കെ കറക്റ്റ് പേരുകൾ എന്തെങ്കിലും അറിയാമെങ്കിൽ അല്ലെ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇത് കാറ്റസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂവ് ഒറിജിനലാണ്. നമ്മൾ കണ്ട പ്ലാസ്റ്റിക്കോ അല്ലെ സ്പോഞ്ചോ ഒക്കെ ആണെന്ന് ചിന്തിക്കും, എന്നാലല്ല, ഒറിജിനൽ പൂക്കളാണിത്. ഞാൻ ഇതാദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. 180 രൂപയാണ്. ഒരു കാര്യം കൂടെ അതോടൊപ്പം തന്നെ ഓർപ്പിക്കട്ടെ, 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസമായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നത്. അല്ലെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ പിന്നീട് അവിടെ ചെന്നേച്ച് 180 രൂപയ്ക്കാണെന്നും പറഞ്ഞ് അവരുമായിട്ട് കുസ്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ റോസ് ഇനത്തിൽപ്പെട്ട ചെടികളാണ്. നല്ല ഇനം റോസുകളുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ വയനാടിൻ്റെ പ്രകൃതി ആണ് ഇതിൻ്റെ ഫസ്റ്റ് പ്ലസ് പോയിന്റ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. അധികം വിവരണങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. വിലകളും പേരുകളും ഒക്കെ ഞാൻ അതിന് അടിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായിട്ട് ഒത്തു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റായിട്ടാണ് ആ പേരുകൾ വന്നിരിക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്താൽ നന്നായിരിക്കും. ഒരുപാട് ചെടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ കാണാത്ത കുറേ ഇനം ചെടികളും പൂക്കളും മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവർ 1950 ഈ പ്ലാന്റ് നഴ്സറി സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഇത് മീനങ്ങാടിക്കും സുൽത്താൻ ബത്തേരിക്കും ഇടയിലുള്ള കൊളകപ്പാറ എന്ന സ്ഥലത്താണ്. അത് ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോയിൽ ഈ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇവിടെ വയനാട്ടിലെ തന്നെ നടവയൽ എന്ന പ്രദേശത്താണ് ഇവരുടെ വലിയ നഴ്സറി. അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിന്നോ ബ്രാഞ്ചെന്നോ പറഞ്ഞാൽ മതി ഇത്. പക്ഷെ നല്ലതായിട്ട് ചെടികളൊക്കെ പരിപാലിക്കുന്നുണ്ട്. കുറേ ജീവനക്കാരും ഉണ്ട്. ഇവിടെ ചെടികൾ മാത്രമല്ല, അതിനുള്ള വളങ്ങളും ചകിരിച്ചോറും ചെടിച്ചട്ടിയും അങ്ങനെ ഒരു ചെടി സംബന്ധമായിട്ട് എന്തെല്ലാം വേണോ അതിൻ്റെ ഒരു ഹബ്ബാണ്, അല്ലെ ഒരു വേൾഡാണ് ഇവിടം. ഞാൻ കോട്ടയത്തൊന്നും ഇത്രയും വിപുലമായ നഴ്സറി കണ്ടിട്ടില്ല. 2-3 നിലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബിഗോണിയയുടെ വലിയൊരു ശേഖരം ഇവിടെയുണ്ട്. ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ ഇത് കോമൺ നെയിമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒക്കെ വെവ്വേറെ പേരുകളിലായിരിക്കാം അറിയപ്പെടുന്നത്. ഞാൻ ഗൂഗിളുമായിട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ചെയ്തിരിക്കുന്നത്. നിങ്ങളുമൊക്കെ ടൂറ് പോവുകയാണെങ്കിൽ ഒന്ന് കയറിയാൽ ഒരു മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്താൽ ഇനി മേടിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി അറിവ് ഈ കാര്യത്തിൽ ലഭിക്കും, കാണാൻ സാധിക്കും. അവർ ഇത് വിൽപ്പനയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം മേടിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ശരി. ഇതിലൊരു 75% അല്ലെ 80% നമ്മുടെ നാട്ടിലും കേരളത്തിലെവിടെയും പിടിക്കുന്നതാണ്.
ചിലതിൻ്റെയൊക്കെ പേരുകൾ എനിക്ക് അറിയില്ല. അറിയാവുന്നവർ ദയവായിട്ട് അതൊന്ന് വിശദീകരിച്ച് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇത് നമ്മുടെ ഇഞ്ചി ചെടിയാണ്. അടുത്തത് നമ്മുടെ വിശറിപ്പന എന്ന് പറയും, അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൊറോണയുടെ സമയത്ത് അല്ലെങ്കിൽ കൊറോണ കഴിഞ്ഞ സമയത്ത് ഈ ചെടികൾ അല്ലെ ചെടി നഴ്സറികൾ ധാരാളം കൂണ് പോലെ വരികയുണ്ടായി. എന്നാൽ പിന്നീട് അതെല്ലാം തന്നെ നഷ്ടമായതുകൊണ്ട് നിന്നുപോയി. പിന്നെ സദാ പനകളുണ്ട്, യെല്ലോ പാമുണ്ട്, റെഡ് പാമുണ്ട്. ഇതിൻ്റെ എല്ലാം നല്ല വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതുമെല്ലാം പന ഇനത്തിൽ പെട്ടതാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു തെങ്ങ് പോലെ അത്രയ്ക്ക് പൊക്കം വെക്കുന്നതാണ്. അവിടുത്തെ ജീവനക്കാരൊക്കെ നല്ല തിരക്കിലായിരുന്നതുകൊണ്ട് അവരിടയ്ക്ക് വന്ന് എനിക്ക് ചില പേരുകളും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് തന്നേ ഉള്ളൂ. ഫുൾ ടൈം എൻ്റെ കൂടെ ആളില്ലായിരുന്നു. ഇത് ആര്യവേപ്പാണ്. ഇങ്ങനെയുള്ള മരത്തൈകളുണ്ട്. കടച്ചക്ക, വാളംപുളി, ഇത് കുരു ഇല്ലാത്ത ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ്, പ്ലാവും തൈകളാണ്. പ്ലാവിൻ്റെ തന്നെ ഒരുപാട് ഇനം തൈകളുണ്ട്. എനിക്ക് ചെടികളൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ എവിടെ പോയാലും, എക്സിബിഷൻ ആയാലും ഫ്ലവർ ഷോ ആയാലും ഒക്കെ പോയി കാണുന്നതാണ്. പക്ഷെ ഇത്രയും വലിയൊരു കളക്ഷൻ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. രണ്ടാം നിലയിൽ നിന്നുകൊണ്ട് അല്ലെ ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴെയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമുക്ക് മൊത്തമായിട്ടൊരു വ്യൂ ലഭിക്കും.
ക്യാറ്റസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് കള്ളിമുള്ളിച്ചെടി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കയ്യാലയിലൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നതാണ് പലതും. ഇന്നതൊക്കെ ചട്ടിയിലായി അലങ്കാര ചെടികളായി മാറി. ഇത് നമ്മൾ മുമ്പ് കണ്ട ബിഗോണിയയുടെ വലിയ സൈസാണ്. ഇത് ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാനിതിലെ പോയപ്പോൾ ഇത് കണ്ട കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ വീഡിയോകളിൽ നിന്ന് ഒരുപാട് പേര് വയനാട് യാത്രയ്ക്ക് മുമ്പ് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ഡീറ്റെയിൽസ് ആരായുകയും ഒക്കെ ചെയ്തു. അതുപോലെ ഹാങ്ങിങ് പോട്ട്സിലുള്ള ധാരാളം ചെടികളുണ്ട്, വ്യത്യസ്ത ഇനങ്ങൾ. ഇവിടെ നല്ല വിലയുള്ള ചെടികളുമുണ്ട്, എന്നാൽ വില കുറഞ്ഞ ഭംഗിയുള്ള ചെടികളുമുണ്ട്. ഇവിടെ എന്തെല്ലാം ഉണ്ടെന്നുള്ളതിൻ്റെ ബോർഡുണ്ട്. പിസ്തായും ഓറഞ്ചും നാഗ്പൂർ ഓറഞ്ചും പീനട്ട് ബട്ടർ, പിയേഴ്സ്, പാഷൻ ഫ്രൂട്ട്, പീച്ചസ്, പൈനാപ്പിള്, ബഹരി മാംഗോ, അങ്ങനെ എല്ലാം ഇവിടെ അവർ ബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് ബോൺസായി ഇനത്തിൽപ്പെട്ട ചെടികളാണ്. വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അങ്ങനെ മിക്കതിൻ്റെയും വലിയൊരു കളക്ഷൻ ഉണ്ട്.
ഇവിടെ ചെടി മാത്രമല്ല, ചെടിച്ചട്ടികൾ, തൂക്കിയിടുന്ന ചെടിച്ചട്ടികൾ, സാധാരണ ചെടിച്ചട്ടികൾ, പ്ലാസ്റ്റിക്കിൻ്റെയും മണ്ണിൻ്റെയും സിമെൻറ്റിൻ്റെയും എല്ലാം ഉണ്ട്. 1950 ഇവരിത് തുടങ്ങുന്നത്. അത് നടവയൽ എന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുളകപ്പാറ എന്ന സ്ഥലത്താണ്. ഇവിടെ 2-3 വർഷം ആയുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ തന്നെ വലിയൊരു കളക്ഷനുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും. വളരെ നല്ല പെരുമാറ്റമാണ്, സഹകരണമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ചകിരിച്ചോറ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. ചെടികൾ വളർത്തുന്നതിനാവശ്യമായ ഗ്രോ ബാഗുകളുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും. നമുക്ക് ഒരു നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നല്ല ഒരു ഗാർഡൻ ചെറുതായാലും വലുതായാലും സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ കളക്ഷൻസും ഉണ്ട്. നല്ലൊരു ഐഡിയ കിട്ടും. നമുക്ക് കാണാം നീലക്കൊടിഞ്ഞി അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ നന്ദ്യാർ വട്ടം, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സാധാരണക്കാരുടെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ഐറ്റം, 10 മണിയാണ്. അതിൻ്റെ വലിയൊരു കളക്ഷൻ ഇവിടെയുണ്ട്. ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്